ഏവർക്കും നമസ്കാരം. വളരെ പ്രത്യേകതയുള്ള ചിന്തകളും അന്വേഷണ ശകലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ് ഇത് എന്നാമുഖമായി ഞാൻ ഏവരെയും ഒരു താക്കീത് എന്ന വിധത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം, സൂചിപ്പിച്ചു കൊള്ളട്ടെ. എന്നാൽ ഇങ്ങനെയുള്ള ചിന്തകൾ, അന്വേഷണങ്ങൾ, അറിയിപ്പുകൾ നമ്മുടെ ഇടയിൽ കൂടുതലായി ഉണ്ടാകേണ്ട ആവശ്യം വളരെ ഏറെയാണ് എന്ന ബോധ്യം എനിക്കുണ്ട് എന്നും കൂടെ ആമുഖമായി ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഇതിൻ്റെ പശ്ചാത്തലം, കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വളരെ പ്രഗത്ഭനായ, തൻ്റെ ഫീൽഡിൽ വളരെയധികം പ്രാവീണ്യവും അംഗീകാരവും പ്രാപിച്ച ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അദ്ദേഹം കേരളീയനാണ്. കേരളത്തിലായിരുന്നപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ അംഗമായിരുന്നു. ചെറുപ്പത്തിൽ ഓൾട്ടർ ബോയ് ആയി അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ, താല്പര്യത്തോടെ, ഭയഭക്തിയോടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൽ സമർത്ഥനായിരുന്നു. അദ്ദേഹം ഡോക്ടറായ ശേഷം അമേരിക്കയിൽ പോയി. അതിനുശേഷം മോളിക്കുലർ ബയോളജിയിൽ വളരെ അധികം ഗവേഷണ തലത്തിൽ മുൻപോട്ട് പോവുകയും തൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ആസ് എ സയൻസ്, എ ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ് പ്രാപിക്കുകയും ചെയ്ത വ്യക്തി. യൂട്യൂബിൽ എൻ്റെ വീഡിയോകൾ ആകസ്മികമായി കണ്ട് ഏതാണ്ട് 3-4 മാസങ്ങൾ അവ ശ്രദ്ധിച്ച് ഈ സംസാരിക്കുന്ന വ്യക്തി അപകടകാരിയല്ല, വെറും ശുദ്ധമണ്ടനല്ല എന്ന് ബോധ്യമാക്കിയ ശേഷമാണ് അദ്ദേഹം ഫോണിൽ എന്നോട് ബന്ധപ്പെടുകയും ഈ ഒരു സംസാരത്തിന്, ഒരു സംവാദത്തിന് വഴിയൊരുക്കുകയും ചെയ്തത്. ഞാൻ ആദ്യമായി ആ അർത്ഥവത്തായ അനുഭവത്തിന് ഇടയാക്കിയ ഈ നല്ല സഹോദരനോട് എനിക്കുള്ള വാത്സല്യവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം എന്താണ് എന്നോട് പറഞ്ഞത്? ഞങ്ങൾ സൂക്ഷ്മം 1 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം, ന്യായമായും അനേക കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ അതിലേറ്റവും പ്രധാനമെന്ന് ആവർത്തിച്ച് പൊന്തി വന്നതുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റവും ശക്തമായി ബാധിക്കുന്നതും ഒരു വിശദീകരണം അല്ലെങ്കിൽ വ്യക്തമായ ഒരു തിരിച്ചറിവ് പ്രാപിപ്പാൻ അദ്ദേഹം ആഴത്തിൽ ആഗ്രഹിക്കുന്നതുമായ വിഷയം, അതാണ് നിങ്ങളുമായി പങ്കിട്ടിട്ട് അതിനെപ്പറ്റിയുള്ള ചിന്തകൾ. ഞാൻ ഒരു ഇൻഫോർമൽ പ്രസൻറ്റേഷൻ എന്ന നിലയിലാണ് ഇതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ചിന്തിക്കാൻ ആരംഭിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു ചിന്തയിൽ കൂടെ, ഇപ്പോൾ ഞാൻ നിങ്ങളുമായി ഒത്തുചേർന്ന് ചെയ്യുന്ന ചിന്തയിൽ കൂടെ ചില ആശയങ്ങൾ പൊന്തി വരും. അതിനോട് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ, ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച അദ്ദേഹവും പ്രതികരിക്കുമ്പോൾ, നമുക്ക് ഇത് തുടർച്ചയായുള്ള ഒരു അന്വേഷണത്തിൻ്റെ വേദിയായി ഇതിനെ രൂപീകരിക്കാൻ കഴിയും. അതിൽ കൂടെ നമ്മുടെ സമൂഹത്തിന് നന്മ വരുന്ന ആത്മീയ തിരിച്ചറിവുകൾ ഉടലെടുക്കാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അദ്ദേഹം പറയുന്നത്, ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ ഒരു ആത്മാർത്ഥതയുള്ള, ആവേശമുള്ള ഒരു വിശ്വാസി എന്ന നിലയിൽ സഭാജീവിതത്തിൽ പങ്കെടുത്തുവെങ്കിലും ചിന്തിക്കാൻ ഉള്ള കഴിവ് പ്രാപിച്ച നിമിഷം മുതൽ എന്നെ വളരെയധികം അലട്ടിയ ഒരു അനുഭവമുണ്ട്. അതെന്താണ്? സഭയുടെ അധികാരം വ്യക്തികളായ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അവർക്ക് ചിന്തിക്കുവാനോ അന്വേഷിക്കുവാനോ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം സഭ ഒരിക്കലും അനുവദിക്കുന്നില്ല. അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിച്ചുകൊണ്ടേയിരുന്നത്. അദ്ദേഹം ആവർത്തിച്ച് ഉപയോഗിച്ച വാക്ക്
ബൈൻഡിങ് എന്ന വാക്കാണ്. ദ ചേർച്ച് ബൈൻഡ്സ് യു എന്ന് പറഞ്ഞാൽ സഭ നമ്മെ കയ്യും കാലും കെട്ടി അതിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ, അത് എന്താണ് പറയുന്നത്, പ്രതീകാത്മകമായി കെട്ടി, ആക്ഷരികമായി കെട്ടിയിടുന്ന ഒന്നല്ല, പ്രതീകാത്മകമായി അധികാരത്തിൽ കെട്ടിമുറുക്കി സഭയ്ക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് ചിന്തിക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തി തൻ്റെ ബൗദ്ധികമായ സമ്പത്തിൽ അല്ലെങ്കിൽ ചുമതലയിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൽ അല്പം വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. സ്വന്തമായി ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും കഴിവുള്ള ആളുകൾക്ക്, അതിന് വില കൽപ്പിക്കുന്ന ആളുകൾക്ക് അത് ഒരു വിദ്യാഭ്യാസവും ചിന്താശീലവുമുള്ള യേശുവിൻ്റെ ആദർശങ്ങളെ അറിയുന്ന ഒരു വ്യക്തിയുടെ അടിസ്ഥാന കടമയായി കരുതുന്ന ഒരു വ്യക്തിക്ക് അതൊരിക്കലും സ്വീകാര്യമല്ല. ഈ സംഭാഷണത്തിൽ കൂടെ എനിക്ക് മനസ്സിലായത്, അദ്ദേഹം വളരെ വളരെ ശ്രദ്ധയോടെ, ഒരു ശാസ്ത്രജ്ഞൻ്റെ സൂക്ഷ്മദൃഷ്ടിയോടെ വേദപുസ്തകം അനേക തവണ, അദ്ദേഹത്തിൻ്റെ പറഞ്ഞ 40 തവണ 30-40 തവണ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് വേദപുസ്തകത്തിൻ്റെ എല്ലാ വശങ്ങളും ഒരു ശാസ്ത്രജ്ഞൻ്റെ കണ്ണിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആത്മാർത്ഥമായി സത്യം അന്വേഷിച്ച് മനസ്സിലാക്കാൻ തത്രപ്പെടുകയും ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്യത്തിനും ഞാനത് അർഹിക്കുന്ന വില കൊടുക്കുന്നത് എന്നുകൂടെ ഞാൻ ഈ തരുണത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് വൈ ഷുഡ് ദ ചർച്ച് ബൈൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡൗൺ? അത് 500 വർഷങ്ങൾക്ക് മുൻപ്, 1000 വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ സഹിച്ചു കാണും. പക്ഷേ ഈ യുഗത്തിൽ അത് സ്വീകാര്യമല്ല. ഞാനതുകൊണ്ട് എൻ്റെ മക്കളെ പോലും അതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി മനുഷ്യൻ്റെ ബൗദ്ധികമായ വളർച്ചയ്ക്കും അവൻ്റെ നന്മയ്ക്കും വലിയ ദ്രോഹം ചെയ്യുന്നതാണ്. അതിൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് മാതാപിതാക്കന്മാർ അവരോട് ചെയ്യുന്ന അനീതിയാണ്, അക്രമമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പശ്ചാത്തലം നന്നേ വിശദീകരിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സഭയുടെ അംഗമായതുകൊണ്ട് എല്ലാം കണ്ണടച്ച് സമ്മതിക്കണം, സ്വീകരിക്കണം, നടപ്പാക്കണം, അതിൽ നിന്ന് വേറിട്ട് ഒരു ചിന്തയും പാടില്ല, അങ്ങനെ ചിന്തിക്കുന്നവൻ പാപിയാണ്, അല്ലെങ്കിൽ അഹങ്കാരിയാണ്, നിഷേധിയാണ് എന്നുള്ള വ്യവസ്ഥിതി ഏതടിസ്ഥാനത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്? അത് നമുക്ക് സ്വീകാര്യമാകണമോ എന്നതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു. അതാണ് മുഖ്യമായും ചോദിക്കാൻ അദ്ദേഹം രാവിലെ 7 മണിയോടുകൂടെ എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഇത് പലരും പല തോതിൽ അനുഭവിക്കുന്ന ഒരു ശ്വാസം മുട്ടലാകയാൽ ഇതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ചിന്തിക്കുന്നതും തുറന്ന് സംസാരിക്കുന്നതും ഇത് യഥാർത്ഥത്തിലൊരു പ്രശ്നമാണ് എന്ന് നാം മനസ്സിലാക്കുന്നതും വളരെ നന്മ ചെയ്യും. നാം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പുരോഗതികൾ, ഇംപ്രൂവ്മെൻറ്റ്സ് വരുവാൻ അത് വഴിയൊരുക്കും എന്ന ഒരു സാധ്യതയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. അതിനെ നിങ്ങൾ നിഷേധാത്മകമായി കാണരുത്. സഭയുടെ നേതാക്കന്മാർ എപ്രകാരം കാണുന്നത് നമുക്ക് മുന്നമേ അറിയാം. പക്ഷെ അതിൻ്റെ പ്രശ്നമല്ല. നല്ല ഉദ്ദേശമുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ മാത്രമേ മനസ്സിന് വേദന ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ചോദ്യം ഉന്നയിച്ച എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞത്, ഞാൻ യേശുവിൻ്റെ മാർഗം 4 സുവിശേഷങ്ങളെ ആസ്പദമാക്കി വളരെ ശ്രദ്ധയോടെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിലൊരിടത്തും ഇപ്രകാരം ആരെയെങ്കിലും നിർബന്ധിച്ച് ഹേമിച്ച് കെട്ടിയിട്ട് ബൈൻഡിങ് അങ്ങനെ ഒരു സമീപനമില്ലല്ലോ. യേശു ആരോടെങ്കിലും ഇന്ന നിയമം പാലിക്കണം, ഇന്ന കസ്റ്റം അതുപോലെ ആചരിക്കണം, ഇന്ന ട്രഡീഷൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം എന്നാരോടും പറഞ്ഞില്ലല്ലോ. ആരുടെ മേലും ഒരു ഭാരമായി ഈ
മതത്തെ സ്ഥാപിച്ചില്ലല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചപ്പോൾ? ഇതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഇപ്പോൾ യേശുവിൻ്റെ മാതൃകയും മാർഗവും അറിയാൻ വയ്യായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. സഭ പറയുന്നത് അതുപോലെ ആചരിച്ചത്. അതുകൊണ്ടാണ് വളരെ ബുദ്ധി ഉണ്ടായിരുന്ന കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളായി അതിലെ അംഗങ്ങൾക്ക് വേദപുസ്തകം വായിക്കാനുള്ള അവകാശം നിഷേധിച്ചിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. വിശ്വാസികൾ വേദപുസ്തകം വായിച്ചു തുടങ്ങിയാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. തലവേദനയില്ലാതെ പുരോഹിതവർഗത്തിനും പുരോഹിത മേൽക്കോയ്മയ്ക്കും സ്ഥിതി ചെയ്യുവാനും സുഗമമായി തങ്ങളുടെ പരിപാടികൾ ഓടിച്ചു കൊണ്ടുപോകുവാനും സാധിക്കണമെങ്കിൽ ജനം വേദപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അജ്ഞരായിരിക്കണം. അത് മറ്റ് എല്ലാ സഭകളും ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ അത് നിലനിർത്തുന്നുണ്ട്. കത്തോലിക്ക സഭയാണ് അത് മുൻപന്തിയിലുള്ളത്. എന്നാൽ ഈ ഒരു എൻ്റെ പ്രത്യേക എനിക്ക് വാത്സല്യമുള്ള ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ മാതൃക പഠിച്ചു. അത് മാനദണ്ഡമായി വെച്ച് സഭയെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വീകാര്യമല്ലാത്തൊരു അവസ്ഥയാണ്. മനുഷ്യൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും അവൻ്റെ ഉദ്ധാരണത്തിനും ഒരു വിധത്തിലും സഹായിക്കാത്ത അല്ലെങ്കിൽ അനുവദിക്കാത്ത ഒരു വ്യവസ്ഥിതിയാണ് യേശുവിൻ്റെ പേരിൽ സഭയെന്ന് പറഞ്ഞ് ഇങ്ങനെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഇതിനെ ഞാൻ എങ്ങനെയാണ് കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദ്യം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യത്തിലേക്ക് ഇനിയും പതുക്കെ പ്രവേശിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ സമയം കൈവിട്ടു പോകും, നിങ്ങൾ ക്ഷമിക്കണം. യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ തോതിൽ മനസ്സിലാകണമെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നയാളല്ല. യേശുവിൻ്റെ കാലത്ത് മതമുണ്ടായിരുന്നു. വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്ന യഹൂദ മതമുണ്ടായിരുന്നു. ഇന്നും യഹൂദ മതം വാസ്തവത്തിൽ മതത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു അതിശയം തന്നെയാണ്. എന്നാൽ അതിലാശ്രയിക്കാതെ, അതിൻ്റെ ഈ 4 ഭിത്തികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ, അതിൻ്റെ പുറത്തായിട്ടുള്ള വിശാലമായ ലോകത്തിൽ ആ മതസംവിധാനത്തിൻ്റെ നിയമാവലികളുടെ പിടിയിലകപ്പെടാതെ, അതിൻ്റെ അധികാരവർഗത്തിൻ്റെ നിയന്ത്രണ പരിധിയിൽ നിൽക്കാതെ, പിതാവായ ദൈവം തനിക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ പരിപൂർണതയിൽ യേശുവിനെ ബോധ്യമായ ആത്മീയമായ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അവൻ ലോകത്തിലേക്ക്, സഭയുടെ വെളിയിലേക്കുള്ള വിശാലമായ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു പോവുകയും അവിടെയാണ് യേശു തൻ്റെ രക്ഷണ്യ ശുശ്രൂഷ നിർവഹിച്ചതെന്ന് ഭൂരിപക്ഷം ആളുകൾക്കും അറിയാം എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് കുറച്ചുകൂടെ മനസ്സിലാകേണ്ടതിന് ഞാൻ അദ്ദേഹത്തോട് പറയാത്തതും ഇപ്പോൾ നിങ്ങളോട് പറയാൻ എൻ്റെ മനസ്സ് എന്നെ നിർബന്ധിക്കുന്നതുമായ ഒരു കാര്യം പറയാം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എന്തുകൊണ്ടാണ് യേശു യെരുശലേം ഒഴിവാക്കിയത്? േശു യെരുശലേമിൽ കേന്ദ്രീകരിച്ച് ശുശ്രൂഷ ചെയ്തില്ല. നമുക്ക് അവസാനം യെരുശലേമിൽ പോകുമ്പോൾ തന്നെ പുരോഹിതവർഗ അദ്ദേഹത്തെ പിടിച്ച് കശാപ്പ് ചെയ്യുന്നുണ്ട്, അത് നമുക്കറിയാം. അല്ലാതെ ഈ 3-3.5 വർഷം തൻ്റെ പരസ്യ ശുശ്രൂഷ നടത്തിയത് മറ്റ് സ്ഥലങ്ങളിലായിരുന്നു, പാലസ്തീൻ്റെ മറ്റ് സ്ഥലങ്ങളിലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. യഹൂദ മതത്തിൻ്റെ ഘടനയനുസരിച്ച് ആകെപ്പാടെ ഒരു ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ, ടെമ്പിൾ. അത് യെരുശലേം ടെമ്പിളായിരുന്നു. അവിടെയായിരുന്നു ഈ പുരോഹിത വർഗത്തിൻ്റെ മേൽക്കോയ്മ കേന്ദ്രീകരിച്ചിരുന്നത്. മറ്റ് സ്ഥലങ്ങളിലുണ്ടായിരുന്നത് സിനഗോഗായിരുന്നു. ഈ സിനഗോഗിൻ്റെ ചുമതല ഒരു പുരോഹിതനായിരുന്നില്ല, ഒരു ഐമേനിക്കായിരുന്നു. ആ ഐമേനിയെ എൽഡർ എന്ന് വിളിച്ചിരുന്നു. പ്രമാണി. ഈ പ്രമാണിയുടെ ഉത്തരവാദിത്വത്തിലാണ് ഈ യഹൂദന്മാരുടെ പള്ളി എന്ന് പറയുന്ന സിനഗോഗ് സ്ഥിതി ചെയ്തത്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ യേശുവിനെ സ്വതന്ത്രമായി ദൈവവേല ചെയ്യാൻ സാധിച്ചതിൻ്റെ കാര്യം, ഈ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ യേശുവിൻ്റെ കഥ കഴിക്കാതിരിക്കാൻ ഇടയാതിൻ്റെ കാര്യം, അവിടെ പുരോഹിതന്മാരില്ലായിരുന്നു എന്നത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ യഹൂദ മതം നാം എപ്പോഴും കാണുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ കണ്ണിൽ കൂടെയാണ്. അങ്ങനെയല്ല, അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഭൂരിപക്ഷമിടങ്ങളിലും ഈ സിനഗോഗ്സാണ്
അവിടെ സംഘടിതമായൊരു പുരോഹിത വർഗമോ അവർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയമാവലികളോ നിർബന്ധങ്ങളോ ഉത്തരങ്ങളോ കൽപ്പനകളോ ചുമതലകളോ ഒന്നുമില്ലായിരുന്നു. ജനം തോറ, യഹൂദന്മാരുടെ സ്ക്രിപ്ചറായ തോറ, അതായത് പഴയ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അത് വായിക്കുകയും അതിനെ ആസ്പദമാക്കി അവിടെയുള്ള ആരെങ്കിലും അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് യേശു ചെന്നപ്പോൾ തോറ വായിക്കാനായി അവിടെ ഇരുന്ന എൽഡർ പ്രമാണി അദ്ദേഹത്തെ അനുവദിച്ചത്. അല്ലാതെ പുരോഹിതന്മാർ കൈയടക്കി വച്ചിരിക്കുന്ന ഒരു ദേവാലയത്തിലും അന്യനായ ഒരാൾ കടന്നു വരുന്നു, അവനെക്കൊണ്ട് വേദപുസ്തകം വായിപ്പിക്കുകയില്ല, അവനെക്കൊണ്ട് ഒരു പ്രബോധനം ചെയ്യാൻ അനുവദിക്കുകയില്ല. ഇത് സത്യം സത്യം സത്യം. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ നിബന്ധനകൾ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ, വിശ്വാസിയെ കയ്യും കാലും കെട്ടിയിട്ട് അവനെ ഒരു പുരോഹിത വർഗത്തിൻ്റെ അധികാരത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ വെച്ച് ഇടത്തെന്ന് പറയുമ്പോൾ ഇടത്ത്, വലത്തോട്ടെന്ന് പറയുമ്പോൾ വലത്തോട്ട് എന്ന് തിരിച്ച് അടിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി യഹൂദമതത്തിൻ്റെ ഭൂരിപക്ഷ ഇടങ്ങളിലും ഇല്ലായിരുന്നു. പക്ഷേ നാം അതിനപ്പുറത്ത് കടന്നിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും സഭകളുണ്ട്. സഭകളുടെ ഉള്ളിൽ ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് യാതൊരു എന്താണ് പറയുന്നത്, ഇനീഷ്യേറ്റീവോ സ്വാതന്ത്ര്യമോ ഇല്ലാതെ അവർക്ക് ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ച് മാത്രം ഇങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ കാര്യം പറഞ്ഞാൽ, കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന്, മദ്ബഹായിലോട്ട് തിരിഞ്ഞ് നിന്ന് ഭിത്തിയെ നോക്കി നിങ്ങൾ ദൈവബലി അർപ്പിപ്പീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തോണം. അല്ലെങ്കിൽ ജനാഭിമുഖ കുർബാന ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ചെയ്തോണം. സിനഡ് പറയുകയാണ് ഇത് രണ്ടും കൂടെ ചേർന്ന് ഏകീകൃത കുർബാന എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തോണം. സിനഡ് പറയുകയാണ് 19ാമത്തെ വയസ്സിൽ നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കണം, യാതൊരു നിവൃത്തിയുമില്ല. അല്ലെങ്കിൽ സിനഡ് പറയുകയാണ് നിങ്ങൾ മറ്റ് അക്രൈസ്തവരായ ആളുകളെ കണ്ടാൽ മൂക്കിൽ കൈവച്ച് നടന്നുകൊള്ളണം എന്ന് പറഞ്ഞാൽ നടന്നുകൊള്ളണം, യാതൊരു നിവൃത്തിയില്ല. അതങ്ങനെയാണ്. അങ്ങനെ പറയില്ലായിരിക്കും, പക്ഷേ പറഞ്ഞാൽ അതനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം യേശുവിൻ്റെ പേരിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും എല്ലാ സഭകളും നടക്കുന്നത് യേശുവിൻ്റെ ആദർശങ്ങളെയോ മൂല്യങ്ങളെയോ യേശുവിൻ്റെ മാതൃകയോ വേദപുസ്തകം കൽപ്പിക്കുന്ന വിധത്തിലുള്ള ആ ഒരു ആത്മീക സംസ്കാരത്തിൻ്റെ വെളിച്ചത്തിലോ അല്ല. ഇത് ഒരു സിസ്റ്റമായിട്ടുണ്ടാക്കി വച്ചിരിക്കുന്നു. ആ സിസ്റ്റത്തെ അടക്കി ഭരിക്കുന്നതിന്, നയിക്കുന്നതിന് വേദപുസ്തകമല്ല, മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഒരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ അടങ്ങിയിരിക്കുന്ന നിയമങ്ങൾ, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ആരാണ് ഉത്തരവാദി, ആരുത്തരവാദി അല്ല, ആരാണ് പരമാധികാരി, പിന്നെ സെക്കൻഡ് പരമാധികാരി, തേർഡ് പരമാധികാരി, ലാസ്റ്റ് വാലിൽ നിൽക്കുന്ന പരമാധികാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, യാതൊരു വ്യത്യാസവും സാധ്യമല്ല. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൻ്റെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞാൽ അത് തന്നെ. ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ അയ്മനിക്ക് അവകാശമില്ല. അങ്ങനെയാണ് ഇത് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ദൈവം ചിന്തിക്കാൻ കഴിവുണ്ട്, ഞാൻ വേദപുസ്തകത്തോട് വചനത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ നിരന്തരമായ എൻ്റെ ബന്ധത്തിൽ, എൻ്റെ അന്വേഷണ ബുദ്ധിയിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ ചില പ്രാധാന്യമർഹിക്കുന്ന വചനസത്യങ്ങളെന്ന് പറഞ്ഞാൽ പോടാ വെളിയിൽ നിന്ന് പറയും. അത് മാത്രമാണിത്. ഞാനിത് ഒട്ടും അതിശയോക്തിയായിട്ട് പറയുന്നതല്ല. ഞാൻ അതിശയോക്തിയാണെങ്കിൽ സീറോ മലബാർ സഭയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം ഉണ്ടാകരുതല്ലോ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നത് ശരിയല്ലെന്നല്ല ഞാൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ കഴിയുമോ, കഴിഞ്ഞ എൻ്റെ 40 വർഷത്തെ എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ വചനം വായിച്ച് മനസ്സിലാക്കിയ ഒരു സത്യം എനിക്ക് പ്രസ്താവിക്കുവാനോ അത് സഭയുടെ ജീവിതത്തിൽ നടപ്പാക്കണമെന്ന് നിർബന്ധിക്കുവാനോ ഒരു അവസരമുണ്ടായിട്ടുണ്ടോ, ധൈര്യം തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ?
നാം ഒരു സഭയുടെ അംഗമാകുമ്പോൾ മറ്റ് ആരോ നമ്മുടെ നിത്യതയുടെ വശങ്ങൾ തീരുമാനിക്കുന്നു. നാം എന്ത് ചെയ്യണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും, നാം എന്ത് വിശ്വസിക്കണമെന്നും എന്ത് വിശ്വസിക്കരുതെന്നും, ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത നാം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നും പ്രകടിപ്പിച്ചുകൂടാ എന്നും, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നാമല്ല, മറ്റാരോ ആണ്. ഇത് ആധുനിക ജനായത്ത യുഗത്തിൽ അപ്പാടെ നിലനിൽക്കുന്നു. അതൊരു അത്ഭുതം തന്നെയാണ്. വാസ്തവത്തിൽ അത്ഭുതമാണ്. അതേസമയം തന്നെ ഒരു വലിയ അഹങ്കാരം കൂടെയാണ്. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ മനുഷ്യൻ തലകുനിച്ച് സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഞാൻ പല സഭകളിൽ ആരാധനയ്ക്ക് കൂടിയിട്ടുണ്ട്. യാക്കോബ സഭയിൽ, മാർത്തമ സഭയിൽ, ഓർത്തഡോക്സ് സഭയിൽ, കത്തോലിക്ക സഭയിൽ, CSIയിൽ, CNL, അങ്ങനെ മറ്റും. ഞാൻ എല്ലാവരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. വെറും യാന്ത്രികമാണ്. അച്ഛൻ വിരൽ പൊക്കിയാൽ എല്ലാ ഇമേനുകളും വിരൽ പൊക്കും. അച്ഛൻ കണ്ണൊന്ന് ഉയർത്തിയാൽ എല്ലാവരും കണ്ണുയർത്തും. അച്ഛൻ ഒരു സെൻറ്റൻസ് പറഞ്ഞ് പകുതി നിർത്തിയാൽ ബാക്കി ഏറ്റു പറയും. തത്ത പറയുന്ന പോലെ ഏറ്റു പറയും. കൃപിള പറയാമേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യന് വിദ്യാഭ്യാസം, അറിവ്, ചിന്തിക്കാനുള്ള കഴിവ്, വേദപുസ്തക പരിചയം, ഇതൊക്കെയുള്ളൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ ഇങ്ങനെ ദശകങ്ങളായി ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് തലമുറ നൂറ്റാണ്ടുകളായി ഇതിങ്ങനെ തുറന്നു പോകുന്നത്? ചിന്തിക്കാത്ത മനുഷ്യരുണ്ടോ? ദെക്കാർത്ത് എന്ന് പറയുന്ന വലിയ ചിന്തകൻ, റെനെ ദെക്കാർത്ത്, അദ്ദേഹം പറഞ്ഞു, കോജിറ്റോ എർഗോ സും. ഞാൻ ജീവിക്കുന്നതിന് തന്നെ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഞാനാകുന്നത് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇത് ഒരിക്കലും ചിന്തിക്കാതെ ഒരു മാംസപിണ്ഡം പോലെ ആജീവനാന്തം ഒരു ബെഞ്ചിലിരിക്കുക, അല്ലെങ്കിൽ ഒരു പായലോടെ പോയി ഇരിക്കുക, അതാണ് ഭക്തി എന്ന് പറയുക. ചിന്തിച്ചാൽ പോയി അപകടമാണ്. സഭ പറയുന്ന ആ വരയിൽ നിന്ന് അല്പം ഒരു നാനോമീറ്റർ ഇങ്ങോട്ട് മാറിയെങ്കിൽ പോയി, നരകത്തിൽ പോയി. ഈ ഒരു അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇംഗ്ലീഷിൽ പറഞ്ഞത്, ദിസ് എക്സ്പീരിയൻസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ബൗണ്ട് ഈസ് ഒപ്രസീവ്. ഞാനാകുന്നത് ശ്രമിച്ചു ഇതിനകത്ത് തന്നെ നിൽക്കാൻ, പക്ഷേ എനിക്ക് ഒക്കുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചു. അവരും ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുവാൻ യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മീയമായ ആരോഗ്യത്തിൻ്റെ ചുമതല നാം തന്നെ വഹിക്കണമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. നിൻ്റെ സഭയോ, നിൻ്റെ കത്തനാരോ, നിൻ്റെ മെത്രാനോ നിന്നെ രക്ഷിക്കുമെന്നല്ല പറഞ്ഞത്. നിങ്ങളെ അന്വേഷിപ്പീനെന്ന് പറഞ്ഞു, നിങ്ങൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു. ദൈവത്തെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവായി കാണണം. അങ്ങനെയെങ്കിൽ ദൈവത്തിനും നിങ്ങളുടെ ഇടയിൽ ഇടനിലക്കാർ പാടില്ല, മീഡിയേറ്റേഴ്സ് പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ശിശുക്കളെ പോലെ ആകണമെന്ന് പറഞ്ഞു. ശിശുക്കൾക്ക് ഈ ഇടനിലക്കാരെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നിങ്ങൾ ശിശുക്കളുടെ കണ്ണിൽ കൂടെ ഈ മതപുരോഹിതന്മാരെയും മെത്രാന്മാരെയും അതിൽ പറ്റി നിൽക്കുന്ന ശിങ്കടികളെ നോക്കിയാൽ ചിരിച്ച് മണ്ണ് കപ്പും. ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ കൂടെ ഒരു മെത്രാനെ നിങ്ങളൊന്ന് വിഭാവന ചെയ്ത് നോക്കി. എന്ത് കോമാളിത്തരമാണിത്! കേരളത്തിൽ ഇത്രമാത്രം ഹ്യൂമിഡിറ്റിയും ചൂടുമുള്ള കേരളത്തിൽ ഈ കുന്തനാണ്ട് മുഴുവനും ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? യേശു പറഞ്ഞിട്ടാണോ? യേശു കാണിച്ചു കൊടുത്തിട്ടാണോ? അതിൻ്റെ അർത്ഥം എന്താണ്? ആർക്കാണ് ഇതുകൊണ്ട് ഗുണം? അതുകൊണ്ട് എന്ത് ആത്മവർദ്ധനയാണ് ഉണ്ടാകുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണം. വിശ്വാസികൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വന്നാൽ ഇത് തകർന്ന് തരിപ്പണമാകും. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ഞാൻ അദ്ദേഹത്തോട് അല്പം പറഞ്ഞു. ഞാൻ നിങ്ങളുമായി ഇപ്പോൾ പങ്കിട്ടതും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രാഥമികമായ ചിന്തകൾ മാത്രമാണ്. ഇങ്ങനെ ഒരു അവസ്ഥ, നല്ല ആളുകളെ, ആത്മീയമായ ചുമതല ഏറ്റെടുക്കുവാൻ താല്പര്യമുള്ള ആളുകളെ
ദൈവം നൽകിയ ചിന്തിക്കാനുള്ള ബുദ്ധി, തലച്ചോറ് ഉപയോഗിക്കുവാൻ താല്പര്യമുള്ള ആളുകളെ, ഈ ലോകത്തിൽ അറിവിൽ, വിജ്ഞാനത്തിൽ, അനുഭവ സമ്പത്തിൽ വളരെയധികം മുൻപോട്ട് പോയിട്ടുള്ള ആളുകളെ, സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുവാൻ മനസ്സില്ലാത്ത ആളുകളെ, മനുഷ്യ അന്തസ്സ് പാലിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകളെ ഉൾക്കൊള്ളിച്ച് അവർക്ക് ശ്വാസം മുട്ടൽ വരാത്ത വിധത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കതായ ഒരു സംവിധാനം സൃഷ്ടിക്കുവാൻ സാധ്യമാണോ? എനിക്ക് ഇതിൻ്റെ തൽക്കാലമുള്ള മറുപടി പറയാനുള്ളത്, യേശു നമുക്ക് നൽകിയ ആത്മീയമായ വീക്ഷണം, അതിനെ നിയമപരമായി നിർമ്മിക്കുന്ന, നടത്തുന്ന, സംഘടിപ്പിച്ച് വച്ചിട്ടുള്ള ഒരു സഭയായി രൂപീകരിക്കുമ്പോൾ അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ ശരീരം എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. യേശുവിൻ്റെ മണവാട്ടിയാണെന്നൊക്കെ പറഞ്ഞു കളയും. പച്ചക്കള്ളമാണിത്. മണവാട്ടി എന്ന് പറയുന്ന സങ്കല്പത്തെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? സഭയെ യേശുവിൻ്റെ മണവാട്ടിയാണെന്ന് പറഞ്ഞാൽ അയ്യോ, ബോധം കെട്ടുപോകും. മണവാട്ടി എന്ന് പറയുന്ന ആശയത്തെപ്പറ്റി നിങ്ങൾക്ക് അടിസ്ഥാന എഞ്ചുവടി ബാലപാഠം ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബോധം കെട്ടുപോകും. ഇതൊക്കെ പറയുന്നതാണ്, പറയാൻ കൊള്ളാം. പക്ഷേ പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ അന്ന് നിങ്ങളെ അടിച്ച് വെളിയിൽ കറയും. ഞാൻ പണ്ട് വായിച്ചൊരു പുസ്തകം, ഹേഗലിൻ്റെ ഏർലി റൈറ്റിങ്സ് ഓൺ ക്രിസ്ത്യാനിറ്റി ബൈ ഹേഗൽ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഒരു ബിഷപ്പ് പുൽപ്പിറ്റിൽ കയറി വളരെ ആർദ്രതയോടുകൂടെ പ്രസംഗിക്കും. അതായത് ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ അതുപോലെ അവതരിപ്പിക്കാം. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതിനെപ്പറ്റി അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ജനങ്ങളെ കരയിപ്പിക്കത്തക്ക വിധത്തിൽ പ്രസംഗിക്കും. ആ സമയത്ത് നോക്കുമ്പോൾ ഈ പ്രഭുക്കന്മാരായ ആളുകളുടെ ഭാര്യമാർ വലിയ വലിയ ആഭരണങ്ങളൊക്കെ ഇട്ട് ഇത് കണ്ട് കണ്ണുനീരിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരുന്ന് ഭയഭക്തിയോടുകൂടെ കാണുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന, നാം എല്ലാവരും ദൈവത്തിൻ്റെ കണ്ണിൽ സമമാണ്, ഈക്വലാണ്. വി ആർ ഓൾ ഈക്വൽ ഇൻ ദി ഐ ഓഫ് ദ ലോഡ്. ഈ പ്രസംഗം കഴിഞ്ഞ്, പള്ളിയാരാധനയും കഴിഞ്ഞ് ഈ ഘോരം പ്രസംഗിച്ച തിരുമേനി വെളിയിൽ വരുമ്പോൾ അതേ കോൺഗ്രിഗേഷനിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് അതിൽ വിശ്വസിച്ച് പാവപ്പെട്ട ഒരുത്തൻ ചെന്ന് ബിഷപ്പിൻ്റെ കൈ ഒന്ന് കുലുക്കിയിട്ട്, ഹലോ ബിഷപ്പ്, നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നാണല്ലോ എന്ന് പറഞ്ഞാൽ അവൻ്റെ കഥ അപ്പോൾ കഴിക്കും എന്നാണ് ഹേഗൽ പറയുന്നത്. അത് ശരിയല്ലയോ? അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട്. ഇതുകൊണ്ടാണ് യേശു എപ്പോഴും കപടഭക്തി എന്ന് പറയുന്നത്. എന്താണ് കപടഭക്തി? സത്യം ഭക്തിയിൽ നിന്ന് അങ്ങ് ഒഴിച്ചു മാറ്റിക്കഴിഞ്ഞു. ഭക്തി മൈനസ് സത്യം ഈസ് കപടഭക്തി. അത് നിലനിർത്തുന്നതിന് വേണ്ടി, അങ്ങനെയുള്ളൊരു ഭക്തി നിലനിർത്തുവാൻ സാധ്യമല്ല. പക്ഷേ അത് നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ നിയമത്തിൻ്റെ ഒരു സ്റ്റീൽ ഫ്രെയിം ഉണ്ടാക്കണം. ആ സ്റ്റീൽ ഫ്രെയിമിനാണ് എല്ലാറ്റിനേക്കാളും പ്രാധാന്യം. യേശു മാറി നിൽക്കണം, വേദപുസ്തകം മാറി നിൽക്കണം, പരിശുദ്ധാത്മാവ് പോയി പണി നോക്കണം. ഈ സ്റ്റീൽ ഫ്രെയിമാണ്. അതിൻ്റെ വിവിധ ലക്ഷണങ്ങളാണ് നാം ഇപ്പോഴും. ഇപ്പോൾ തന്നെ ഓർത്തഡോക്സ് യാക്കോബ യുദ്ധം, തെരുവ് യുദ്ധം, അതെന്താണ്? ഈ സ്റ്റീൽ ഫ്രെയിമാണ്. അപ്പോൾ യാക്കോബക്കാരുടെ പള്ളിയെല്ലാം പിടിക്കുന്നതും അവരുടെ സ്വത്തുക്കളെല്ലാം കൈവശമാക്കുന്നതും അവരുടെ സ്ഥാപനങ്ങളെല്ലാം അവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതും സഭയുടെ ആ സ്റ്റീൽ ഫ്രെയിമിന് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാകുന്നു, കട്ടി ഉണ്ടാകുന്നു. അല്ലാതെ യേശുവിൻ്റെ ഏതെങ്കിലും ആദർശം വെച്ച് ന്യായീകരിക്കാനോ? അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അങ്ങനെ പറയാൻ ശ്രമിച്ച 5-6 ഓർത്തഡോക്സിലെ അച്ഛന്മാരുണ്ട്. ജോർജ് അച്ഛൻ തൊട്ട് ജോഷുവ അച്ഛൻ തൊട്ട്, അങ്ങനെ നിങ്ങൾക്കറിയാം. അവരെ സഭ അടിച്ചമർത്തിക്കളഞ്ഞു. തോമസ് അച്ഛൻ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം അഭിപ്രായക്കാരായിരുന്നു. അടിച്ചമർത്തിക്കളഞ്ഞു സ്റ്റീൽ ഫ്രെയിം ഓഫ് ദ ചർച്ച്. ഇതിനകത്ത് മനുഷ്യൻ നിൽക്കണമെങ്കിൽ ചിന്തിക്കരുത്, അന്വേഷിക്കരുത്, ഒന്നിനോടും ഒരു വിയോജിപ്പുമില്ലാതെ അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെ ഞാൻ അതുപോലെ സ്വീകരിച്ചോളാമേ. എന്തായാലും ഞാൻ എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങോട്ട് തിരിയണമെന്നും
ആരെ കാണണമെന്നും കണ്ടുകൂടാ എന്നും ആരെ വെറുക്കണമെന്നും ആരെ വെറുക്കരുതെന്നും ഒന്ന് പറഞ്ഞു തന്നാൽ മതിയേ. ഞാൻ എല്ലാം നൽകപ്പെടുന്ന നിർദ്ദേശവും കൽപ്പനയും അനുസരിച്ച്, നിർദ്ദേശമല്ല കൽപ്പന അനുസരിച്ച് ചെയ്തു കൊള്ളാമേ. മുഖതാവിൽ നിന്ന് വീഴുന്ന എന്തും ദൈവവചനത്തെക്കാൾ, ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ അപ്പുറത്തായിട്ട് സ്വീകരിച്ചു കൊള്ളാമേ എന്ന ഒരു സമീപനത്തിലല്ലാതെ, എന്നൊരു വിധേയത്വത്തിലല്ലാതെ ഒരു സഭയിലും ആർക്കും നിൽക്കാൻ സാധ്യമല്ല. എൻ്റെ അനുഭവം അതാണ്. നിങ്ങൾക്ക് ഇത് അനുഭവത്തിൽ തിരിച്ചറിയണമെങ്കിൽ വളരെ ലളിതമാണ്. നിങ്ങളുടെ സഭയിലുള്ള ഏതെങ്കിലും ഒരു ആചാരത്തെ വചനത്തിന് വിരുദ്ധമായ ഒരു ആചാരത്തെ, ഇപ്പോൾ ഭർത്തമാ സഭയിൽ ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മെത്രാന്മാരെ അടക്കുമ്പോൾ എന്തിനാണ് ഈ ഇരുത്തി അടക്കുന്നത്? അതിൻ്റെ വചനപരമായ അടിസ്ഥാനം വരുന്നതുകൊണ്ട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ഇറങ്ങിപ്പോടാ എന്ന് പറയും. ഞാൻ അങ്ങനെ ഒരിക്കൽ ചോദിച്ചതിനാണ് ഇന്നും ഞാൻ മാർത്തോമാ സഭയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നും പറഞ്ഞ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ, മാർത്തോമാക്കാർ മുഴുവൻ ഒറ്റ സ്വരത്തിൽ പറയുന്നത് മാർത്തോമാ സഭയ്ക്ക് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, അത് ആ നിൽക്കുന്ന കിഴവനാണെന്ന് പറയും. ഇതാണ് ഇന്നത്തെ സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ ഈ ചോദ്യം എന്നോട് ഉന്നയിച്ച അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹം ഞാൻ ആവർത്തിച്ച് പറയുക. ഇങ്ങനെ അന്വേഷിക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ ആത്മാവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് കൂട്ടായ്മയുടെ മാധുര്യം അനുഭവം ആയിത്തീരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മീയ വ്യക്തിത്വം പ്രാപിപ്പാൻ എല്ലാവരും ശ്രമിക്കണം എന്നൊരപേക്ഷ എനിക്കുണ്ട്. നമ്മെ അടിമകളായി എവിടെയെങ്കിലും കെട്ടിയിടാനല്ല ക്രിസ്തു വിളിച്ചത്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനി മേലാൽ അടിമത്തത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ നിങ്ങളായിപ്പോകരുത്. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിനെയൊക്കെ വായിച്ച് ധ്യാനിച്ച് ഇതിൻ്റെ കൂടുതലായ അറിവുകൾ പ്രാപിച്ച്, കൂടുതലായ സുതാര്യത, വ്യക്തത പ്രാപിച്ച് അനുബന്ധ ചിന്തകൾ രൂപീകരിക്കുവാൻ വളരെ സഹായിക്കും. നിങ്ങൾക്കെന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഒരിക്കൽ കൂടെ പറയുകയാണ്. 8848339230 8848339230. ഈ അന്വേഷണ പ്രക്രിയയിൽ നിങ്ങൾ പങ്കെടുത്തതിലുള്ള എൻ്റെ സ്നേഹം, നന്ദി അറിയിച്ചുകൊണ്ട് വിരമിക്കും.